Okay. So today we are starting a new topic in the syllabus, that is international law. So as per your entrance exam syllabus, we don't have to study too much, but first of all, I'll give you an overall idea about international law before delving into the syllabus. So international law, നിങ്ങൾ LLBക്ക് പഠിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. സോ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ടോപ്പിക്സ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ലോയുടെ ഇൻട്രൊഡക്ഷൻ, അതായത് മീനിങ്, ഡെഫിനിഷൻ, അതൊക്കെ നോക്കണം. പിന്നെ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ലോ, origin and development of international law, theories of international law, relationship between international law and national law, that is municipal law, then subjects of international law, sources of international law, the rights and duties of states under international law, in recognition, state territory, state jurisdiction, state sovereignty, state succession, state responsibility, nationality, extradition and asylum, diplomatic privileges and immunities, law of sea, law of air, in intervention, war and neutrality, the role of United Nations organization in international law. പിന്നെ ഒരുപാട് പ്രിൻസിപ്പിൾസും ഡോക്ട്രിൻസും ഉണ്ട് ഇന്റർനാഷണൽ ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. LLB ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. സോ അത് ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്ട്രിൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഒരുപാടുണ്ട്. സോ ആസ് പെർ യുവർ ക്ലീസ് സിലബസ്, എൻട്രൻസ് സിലബസിൽ യു ഹാവ് ടു സ്റ്റഡി ഓൺലി ദീസ് 2 ടോപ്പിക്സ് ഓൺ ഇന്റർനാഷണൽ ലോ. സോ ഇത് കാണുന്നില്ലേ സ്ക്രീനിൽ? ഞാനിപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ മാത്രമാണ് എനിക്കിപ്പം ലഭിച്ച സിലബസിൽ, നിങ്ങളുടെ എൻട്രൻസ് സിലബസിൽ ഈ ഒരു 2 ഏരിയാസ് മാത്രമേ ഇന്റർനാഷണൽ ലോയിൽ നോക്കാനുള്ളൂ. സോ ടുഡേ ഐ എം ടേക്കിംഗ് ഓൺലി യുണൈറ്റഡ് നേഷൻസ്. സോ ടുമോറോ ഐ വിൽ ടേക്ക് ദ ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻസ്. സോ യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്റർനാഷണൽ ലോനെ കുറിച്ചിട്ട് ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഡയറക്ട്ലി യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകുന്നില്ല. എന്താണ് ഇന്റർനാഷണൽ ലോ എന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. സോ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബോഡി ഓഫ് റിട്ടൺ ആൻഡ് അൺറിട്ടൺ റൂൾസ് ഫോളോഡ് ബൈ സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് ഇൻ ദെയർ ഇന്റർകോഴ്സ് വിത്ത് ഈച്ച് അതർ. സോ സിവിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ്, അതായത് പ്രാകൃതമല്ലാത്ത കുറച്ചുകൂടി കൾച്ചേർഡ് ആയിട്ടുള്ള പരിഷ്കാരം വന്ന രാജ്യങ്ങൾ, അപ്പൊ സിവിലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് പരസ്പരമുള്ള ഇടപഴകലില് അവർ തമ്മിൽ ഫോളോ ചെയ്യുന്ന ബോഡി ഓഫ് റിട്ടൺ ആൻഡ് അൺറിട്ടൺ റൂൾസ് ആണ് ഇന്റർനാഷണൽ ലോ. സോ എ സിവിലൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് വിച്ച് ഗിവ്സ് ഡ്യൂ റെസ്പെക്ട് ആൻഡ് എൻഫോഴ്സ്മെന്റ് ടു സിവിൽ ലോ. സിവിൽ ലോ എന്ന് പറഞ്ഞാൽ a law enforced by a state through legislative organs and courts. അപ്പോൾ നിയമനിർമ്മാണത്തിലും പിന്നെ കോടതികൾക്കും ഒക്കെ റെസ്പെക്ട് കൊടുക്കുന്ന രാജ്യങ്ങളാണ് സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനും ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന രാജ്യങ്ങൾ. സോ സിവിലൈസ്ഡ് ആയ രാജ്യങ്ങൾ പരസ്പരമുള്ള ഇന്റർകോഴ്സിൽ ഫോളോ ചെയ്യുന്ന റിട്ടൺ ആൻഡ് അൺറിട്ടൺ ആയിട്ടുള്ള റൂൾസ് ആണ് ഇന്റർനാഷണൽ ലോ. So international law is also known as law of nations. Bentham international law ne law of nations എന്നാണ് വിളിക്കുന്നത്. It is a system of rules and practices accepted as legally binding by civilized states in their mutual relations. It can be enforced on non-civilized states in certain situations. ഇപ്പോൾ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള പരിഷ്കൃതമായിട്ടുള്ള രാജ്യങ്ങൾ പരസ്പരമുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് പരസ്പര ബദ്ധതയോട് കൂടിയിട്ട് ഫോളോ ചെയ്യുന്ന, പരസ്പര ബദ്ധതയോട് കൂടിയിട്ട് ബൈൻഡിങ് ആയിട്ട് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. സോ ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ഇന്റർനാഷണൽ ലോ നോൺ സിവിലൈസ്ഡ് സ്റ്റേറ്റ്സിന്റെ മേലും ചില സിറ്റുവേഷനിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും.
അവര് അതിര് കടന്നിട്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയാകുന്ന സിറ്റുവേഷനിൽ. സോ ആക്സെപ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ ലോ ബൈ സ്റ്റേറ്റ്സ്. അപ്പൊ ലോകത്തിൽ ഇത്രയും അധികം രാജ്യങ്ങളുണ്ട്, നൂറുകണക്കിന് രാജ്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഇന്റർനാഷണൽ ലോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ഫാക്റ്റ് ആണ്. സോ ചില രാജ്യങ്ങൾ എക്സ്പ്രസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും ഇന്റർനാഷണൽ ലോ. ചില രാജ്യങ്ങൾ ഇംപ്ലൈഡ് ആയിട്ട് അവരെ പ്രവൃത്തിയിൽ കൂടെ അവരെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ എക്സ്പ്രസ് ആയിട്ട് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുക ഇന്റർനാഷണൽ ലോ? അത് ഉടമ്പടികളിൽ കൂടെ ഇൻ ദ ഫോം ഓഫ് ട്രീറ്റീസ്. ട്രീറ്റീസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സാധാരണ ലൈഫിൽ രണ്ട് വ്യക്തികൾ കരാറിൽ എൻ്റർ ചെയ്യുന്ന പോലെ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾക്കാണ് ട്രീറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രീറ്റീസ്, പാക്റ്റുകൾ, സമാധാന കരാറുകളൊക്കെ ഉണ്ടാകും, എഗ്രിമെന്റ്സ്, ഡിക്ലറേഷൻസ്, സെറ്റിൽമെന്റുകൾ. ഇത്തരം ഡോക്യുമെന്റ്സിൽ കൂടെ രാഷ്ട്രങ്ങൾ ഇന്റർനാഷണൽ ലോ എക്സ്പ്രസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ ലോ എങ്ങനെയാന്ന് വെച്ചാൽ ചില രാജ്യങ്ങളിൽ ഇങ്ങനെ കോൺട്രാക്റ്റിലൊന്നും എൻ്റർ ചെയ്യൂല, ട്രീറ്റീസിലൊന്നും എൻ്റർ ചെയ്യൂല, ഉടമ്പടികളുടെ ഭാഗമൊന്നും ആവില്ല. എങ്കിലും അവർ സൈലന്റ് ആയിട്ടുള്ള അപ്രൂവൽ കൊടുക്കും. സൈലന്റ് അപ്രൂവൽ കൊടുക്കും അവര് എന്തായാലും ഒബ്ജക്റ്റ് ചെയ്യൂല മറ്റ് സ്റ്റേറ്റ്സിന്റെ ആക്ടിവിറ്റീസ്. അവരും സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യും, എക്സ്പ്രസ് ആയിട്ട് ഒരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യുന്നില്ലെങ്കിൽ പോലും. സോ ഇപ്പോ ഈ സെഞ്ചുറി മാറിയതോട് കൂടിയിട്ട് interdependence between various countries in the world is increasing. അപ്പൊ ഇന്റർനാഷണൽ ലോന്റെ പ്രസക്തിനെ കുറിച്ചിട്ട് പറയാണ്. ലോകത്തിലുള്ള ഒരു രാജ്യങ്ങൾക്കും ഇന്നത്തെ കാലത്ത് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഐസൊലേറ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഫുഡിന് വേണ്ടിയിട്ടാവാം, ടെക്നോളജിക്ക് വേണ്ടിയിട്ടാവാം, ഡിഫൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാവാം, എന്ത് കാരണങ്ങളും ആവാം. സോ there is rising interdependence between the various countries of the world. In fact, the world has become a global village. ഇതൊരു ഗ്ലോബൽ വില്ലേജ് തന്നെ ആയിട്ടുണ്ട്. ഒരു കൺട്രിക്കും എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് നിലനിൽപ്പ് ഉണ്ടാവില്ല. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, ടാക്സേഷൻ, അഗ്രികൾച്ചർ, ഫിഷറീസ്, നാവിഗേഷൻ, സെക്യൂരിറ്റി, ലോ ആൻഡ് ഓർഡർ, റൈറ്റ് ഓഫ് പാസേജ്, വഴിപോക്ക് അവകാശത്തിന്, മിലിറ്ററി ബേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്, ടെററിസം കോമ്പാറ്റ് ചെയ്യുന്നതിന്, പിന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ സിൻഡിക്കേറ്റ്സ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽസിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്, ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും പല ആവശ്യത്തിന് വേണ്ടിയിട്ടും രാജ്യങ്ങൾ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ പരസ്പരമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡീലിങ്സ് റെഗുലേറ്റ് ചെയ്യാൻ യൂണിഫോം ആയിട്ടുള്ള ഒരു എഴുതപ്പെട്ട നിയമമില്ല. ഇന്റർനാഷണൽ ലോന് അതാണ് ഒരു പ്രശ്നം, അത് എഴുതപ്പെട്ട നിയമമല്ല. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ പല നിയമങ്ങളും ഉണ്ടാകും, പക്ഷെ ഇന്റർനാഷണലോ എല്ലാ രാജ്യങ്ങൾക്കും കൂടി ഒരു സിംഗിൾ നിയമം അതില്ല. സോ അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ പല വിഷയങ്ങളിലും പല ക്ലാഷസ് വന്നെന്ന് വരും. അപ്പൊ ഈ ക്ലാഷസ് ചിലപ്പോൾ വാറിലേക്ക് വരെ നയിച്ചെന്ന് വരും. സോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ ലോ വന്നിരിക്കുന്നത്. So international law is divided into public international law and private international law. രണ്ട് വിധത്തിൽ ഇന്റർനാഷണൽ ലോനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ. അപ്പോൾ നിങ്ങൾ സിലബസ് അനുസരിച്ചിട്ട് we have to study only public international law. പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ല. എന്താണ് പബ്ലിക് ഇന്റർനാഷണൽ ലോവും പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോവും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോ പബ്ലിക് ഇന്റർനാഷണൽ ലോന്റെ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത് നോക്കാം. പബ്ലിക് ഇന്റർനാഷണൽ ലോ കവർ ചെയ്യുന്ന ഏരിയാസ് ട്രീറ്റീസ്, അതായത് അന്താരാഷ്ട്ര ഉടമ്പടികൾ, അന്താരാഷ്ട്ര കരാറുകൾ, രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ. എക്സ്ട്രഡിഷൻ ആൻഡ് എസൈലം, കുറ്റവാളികളെ പരസ്പരം കൈമാറ്റം ചെയ്യല്. എസൈലം അതായത് ഒരു രാജ്യത്ത് കുറ്റം ചെയ്തിട്ട് മറ്റൊരു രാജ്യത്തിൽ പോയിട്ട് അഭയം തേടല്, അതിന്റെ റൂൾസ്. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി, നയതന്ത്ര പ്രതിരോധം. പിന്നെ റെക്കഗ്നിഷൻ ഓഫ് സ്റ്റേറ്റ്സ്, സ്റ്റേറ്റ് ടെറിറ്ററി, സോവറിറ്റി, ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന്റെ അധികാര പരിധി. Succession and responsibility of states, law of sea and law of air,
law of war, nationality, powers and duties of United Nations organizations തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ നമ്മൾ പഠിക്കുന്നത്. പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ അത്ര വൈഡ് അല്ല. പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ ഈസ് മച്ച് മോർ നാരോവർ ഇൻ സ്കോപ്പ്, കുറച്ചും കൂടെ നാരോ ആണ്. പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോ ടു ബി ഫോളോഡ് ഇൻ മുനിസിപ്പൽ കോഡ്സ്. മുനിസിപ്പൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അകത്തുള്ള കോഡ്സ്, national courts, where the subject matter has foreign elements or involves application of a foreign law. For example, ഇന്ത്യന്റെ ഉള്ളിലുള്ള ഒരു കോടതിന്റെ ഉള്ളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കേസ് ഉണ്ട്. സോ ആ കേസിൽ ഇന്റർനാഷണൽ തലത്തിലുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോന്റെ ഭാഗമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, എ സ്യൂട്ട് ഫൈൽഡ് ബൈ ദ ഹയേഴ്സ്. ഹയേഴ്സ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശികൾ. The heirs of a person who died in India leaving property in the United Kingdom. അപ്പൊ ഇന്ത്യയിൽ മരണപ്പെട്ട ഒരാള്, അയാളുടെ മരണശേഷം അയാളുടെ അനന്തരാവകാശികൾ, അയാളുടെ ഹയേഴ്സ് ഇന്ത്യയിലുള്ള കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കാരണം ഈ മരിച്ച ആൾക്ക് യുണൈറ്റഡ് കിങ്ഡമിൽ, UK പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, അതിന്റെ പേരിൽ അനന്തരാവകാശികൾ തമ്മിൽ തർക്കം. സോ ഇത് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോന്റെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഫയൽ ചെയ്ത കേസുകളായിരിക്കും, പക്ഷെ അതിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അതിൽ പെട്ടിട്ടുണ്ടാവും. ഇനി വേറൊരു എക്സാമ്പിൾ, ഡിവോഴ്സ് പെറ്റീഷൻ ഫൈൽഡ് ബൈ ആൻ ഇന്ത്യൻ ഇൻ ഇന്ത്യ അഗെയിൻസ്റ്റ് ഹിസ് ഇംഗ്ലീഷ് വൈഫ് ഹു ലിവ്സ് ഇൻ UK. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിലാണ് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തത്. ഭാര്യ ഇംഗ്ലീഷുകാരിയാണ്, അവർ UK ലിവ് ചെയ്യുന്നത്. സോ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇന്ത്യയിൽ. അപ്പൊ ഈ കേസിലും ഒരു ഫോറിൻ എലമെന്റ് വന്നു. ഇതൊക്കെയാണ് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോന്റെ ഏരിയാസ്. പിന്നെ പെറ്റീഷൻ ഫയൽഡ് ബൈ ആൻ അമേരിക്കൻ സിറ്റിസൺ അഗെയിൻസ്റ്റ് ഹിസ് ചൈൽഡ്. പിന്നെ കരാർ ലംഘന കേസുകൾ, ഒരു അമേരിക്കക്കാരനും ഫ്രഞ്ചുകാരനും ആ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കേസ് ഇന്ത്യയിൽ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോന്റെ കാര്യമാണ്. ബട്ട് അവർ ഏരിയ ഓഫ് സ്റ്റഡി ഡസ് നോട്ട് cover private international law. We are confined to public international law only. നമ്മൾ പബ്ലിക് ഇന്റർനാഷണൽ ലോ മാത്രമാണ് നോക്കുന്നത്. ട്രീറ്റീസ്, എക്സ്ട്രഡിഷൻ, അസൈലം, UNO, സ്റ്റേറ്റ് ടെറിട്ടറി, ജൂറിസ്ഡിക്ഷൻ, ലോ ഓഫ് സീ, ലോ ഓഫ് എയർ, അതൊക്കെയാണ് പബ്ലിക് ഇന്റർനാഷണൽ ലോന്റെ ഏരിയാസ്. ഇനി ഇന്റർനാഷണൽ ലോനെ കുറിച്ചിട്ട് എമിനന്റ് ആയിട്ടുള്ള ചില ജൂറിസ്റ്റുകൾ നൽകിയ ഡെഫിനിഷൻസ് നോക്കാം. ഇത് ചിലപ്പം നിങ്ങളെ സിലബസിൽ എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിലപ്പം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ ആയിട്ട് ചോദിച്ചെന്ന് വരാം. സോ ഇന്റർനാഷണൽ ലോനെ കുറിച്ചിട്ട് ഓപ്പൻഹീം ഇസ് എ ബിഗ് അതോറിറ്റി ഓൺ an eminent authority on international law. ഓപ്പൻഹീം ഇന്റർനാഷണൽ ലോനെ ഡിഫൈൻ ചെയ്യുന്നത്, international law is a body of customary and conventional rules considered legally binding by civilized states in their intercourse with each other. അതായത് സംസ്കാരമുള്ള രാജ്യങ്ങൾ, അതായത് അത്യാവശ്യ പരിഷ്കൃതമായിട്ടുള്ള രാജ്യങ്ങള് പരസ്പരമുള്ള ഡീലിങ്സിൽ, പരസ്പരമുള്ള ഇന്റർകോഴ്സിൽ ഫോളോ ചെയ്യുന്ന കസ്റ്റമറി ആൻഡ് കൺവെൻഷണൽ റൂൾസിന്റെ ഒരു സമാഹാരമാണ് ഇന്റർനാഷണൽ ലോ. അപ്പൊ കസ്റ്റമറി റൂൾസ് എന്ന് പറഞ്ഞാൽ അൺറിട്ടൺ റൂൾസ് ആണ്. കസ്റ്റം എന്ന് പറഞ്ഞാൽ ആചാരം എന്നല്ലേ അർത്ഥം, ആചാരങ്ങൾ അൺറിട്ടൺ ആയിരിക്കും. കൺവെൻഷണൽ റൂൾസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ്, ട്രീറ്റി, ഉടമ്പടികൾ പ്രകാരമുള്ള റൂൾസ്, അപ്പോൾ അത് റിട്ടൺ ആയിരിക്കും. സോ സിവിലൈസ്ഡ് സ്റ്റേറ്റ്സ് പരസ്പരം ഫോളോ ചെയ്യുന്ന, പരസ്പരമുള്ള ഇന്റർകോഴ്സിൽ ഫോളോ ചെയ്യുന്ന കസ്റ്റമറി ആൻഡ് കൺവെൻഷണൽ റൂൾസ് ആണ് ഇന്റർനാഷണൽ ലോ. അപ്പോൾ ഇത് ഓപ്പൻഹീമിന്റെ ഈ ഒരു ഡെഫിനിഷൻ ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞതാണ്, ഒരു നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഇത് മോഡേൺ ടൈംസിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സർ റോബർട്ട് ജെന്നിങ്സും സർ വാട്സും പറഞ്ഞത് ഈ ഡെഫിനിഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. ഇന്റർനാഷണൽ ലോ ഇസ് ദ ബോഡി ഓഫ് റൂൾസ് വിച്ച് ആർ ലീഗലി ബൈൻഡിങ് ഓൺ ദ സ്റ്റേറ്റ്സ് ഇൻ ദ ഇന്റർകോഴ്സ് വിത്ത് ഈച്ച് അതർ. ഇപ്പൊ രാജ്യങ്ങൾ പരസ്പരമുള്ള ഇടപഴകലിൽ ഫോളോ ചെയ്യുന്ന ബോഡി ഓഫ് റൂൾസ് ആണ് ഇന്റർനാഷണൽ ലോ. ദീസ് റൂൾസ് പ്രൈമറിലി
are primarily those which govern the relation of states, but states are not the only subjects of international law. അതായത് ഇന്റർനാഷണൽ ലോ പ്രൈമറിലി പ്രധാനമായിട്ടും സ്റ്റേറ്റ്സ് തമ്മിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ രാജ്യങ്ങൾ മാത്രമല്ല സബ്ജക്ട്സ് ഓഫ് ഇന്റർനാഷണൽ ലോ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും പിന്നെ ഇൻഡിവിജ്വൽസും ഒക്കെ എന്താണ് സബ്ജക്ട്സ് ഓഫ് ഇന്റർനാഷണൽ ലോ, ഇന്റർനാഷണൽ ലോന്റെ പരിധിയിൽ വരുന്നവരാണ്. മേ ബി സബ്ജക്ട് ഓഫ് റൈറ്റ്സ് കൺഫേർഡ് ആൻഡ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് അണ്ടർ ഇന്റർനാഷണൽ ലോ. ഇനി സ്റ്റാർക്കിന്റെ ഡെഫിനിഷൻ നോക്കാം. According to J.G. Stark, international law may be defined as that body of law which is composed of its greater part of principles and rules of conduct which states feel themselves bound to observe and do therefore commonly observe in their relations, and which also includes, അപ്പോൾ സ്റ്റാർക്ക് പറയുന്ന ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ പാർട്ടും സ്റ്റേറ്റ്സ്, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഫോളോ ചെയ്യുന്ന റൂൾസ് ഓഫ് കണ്ടക്ട് ആണ്. പക്ഷെ ഇന്റർനാഷണൽ ലോയിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടും. എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ, അതായത് അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അന്താരാഷ്ട്ര സംഘടനകൾ, അവരുടെ റൂൾസ് ഓഫ് ലോ, അവരുടെ റിലേഷൻസ്, പിന്നെ അവരുടെ റിലേഷൻസ് വിത്ത് സ്റ്റേറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്, പിന്നെ certain റൂൾസ് ഓഫ് ലോ റിലേറ്റിംഗ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് നോൺ സ്റ്റേറ്റ് എൻറ്റൈറ്റീസ്. അതായത് ഇന്റർനാഷണൽ ലോ ഒരു ചെറിയ പരിധി വരെ വ്യക്തികൾക്കും ബാധകമാണ്, വ്യക്തികളെയും പിന്നെ നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള എൻറ്റൈറ്റീസ്, അതായത് സ്റ്റേറ്റ് രാജ്യങ്ങളല്ലാത്ത ചില ലീഗൽ പേഴ്സണാലിറ്റീസ് ഒക്കെ ഉണ്ടാവും, ഓരോ അസോസിയേഷൻസ്, ഇന്റർനാഷണൽ സംഘടനകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. സോ അവരൊക്കെ ഫോളോ ചെയ്യുന്ന റൂൾസ് ഓഫ് ലോവും ഇന്റർനാഷണൽ ലോന്റെ ഭാഗമാണ്. ഇനി ബ്രയർലിന്റെ ഡെഫിനിഷൻ നോക്കാം. ബ്രയർലി പറയുന്നത്, ജെ.എൽ. ബ്രയർലി സേസ്, international law is a body of rules or principles of action. International law is a body of rules or principles of action which are binding upon civilized states in their relation with each other. പിന്നെ ഇന്റർനാഷണൽ ലോന്റെ ഏറ്റവും എന്താണ് അനുയോജ്യമായിട്ടുള്ള ഡെഫിനിഷൻ നൽകിയത് ചാൾസ് ഫെൻവിക് ആണ്. ചാൾസ് ഫെൻവിക്കിന്റെ ഡെഫിനിഷനാണ് ഏറ്റവും ഉത്തമമായ ഡെഫിനിഷൻ ഇന്റർനാഷണൽ ലോന്റെ എന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ചാൾസ് ഫെൻവിക്, international law is a body of rules or principles of action which are binding upon civilized states in their relationship. ബ്രയർലിന്റെ ഡെഫിനിഷൻ വീണ്ടും വായിച്ചു പോയി. ചാൾസ് ഫെൻവിക്ക് പറയുന്നത് ഇന്റർനാഷണൽ ലോ ഈസ് എ ബോഡി ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക് റൂൾസ്. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക് റൂൾസ്. ഇപ്പൊ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമറി ആയിട്ടുള്ള ലോ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് റൂൾസ് എന്ന് പറഞ്ഞാൽ ഉടമ്പടികൾ പ്രകാരം, ട്രീറ്റീസ് പ്രകാരം, കൺവെൻഷൻസ് പ്രകാരമുള്ള റൂൾസ്. സോ ഇന്റർനാഷണൽ ലോ ഇസ് എ ബോഡി ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക് റൂൾസ് വിച്ച് ആർ ബൈൻഡിങ് ഓൺ മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇൻ ദയർ മ്യൂച്വൽ റിലേഷൻസ്. അപ്പൊ അന്താരാഷ്ട്ര സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും, അത് രാജ്യങ്ങളാകാം, സംഘടനകളാകാം, വ്യക്തികളാകാം, നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള എൻറ്റൈറ്റീസ് ആകാം. സോ മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അവരുടെ മ്യൂച്വൽ റിലേഷൻസിൽ ഫോളോ ചെയ്യുന്ന ബോഡി ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്പെസിഫിക് റൂൾസ് ആണ് ഇന്റർനാഷണൽ ലോ. ഇപ്പൊ ലോട്ടസ് കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലീഡിങ് കേസ് ഉണ്ട്. ലോട്ടസ് എന്ന് പറഞ്ഞ ഒരു ഷിപ്പിന്റെ പേരാണ്. സോ ലോട്ടസ് കേസിൽ അത് പറഞ്ഞിരിക്കുന്നത് international law is a law that governs relations between independent states only, because a dependent state has imperfect status and no free existence. അതായത് സ്വതന്ത്രമായ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇന്റർനാഷണൽ ലോ. കാരണം സ്വതന്ത്രമല്ലാത്ത രാജ്യങ്ങൾക്ക് ഫ്രീ എക്സിസ്റ്റൻസിൽ ഇംപെർഫെക്റ്റ് സ്റ്റേറ്റസ് ആണ്. ഇപ്പൊ എല്ലാ ഡെഫിനിഷൻസിലും വെച്ചിട്ടും
ചാൾസ് ഫെൻവിക്കിന്റെ ഡെഫിനിഷൻ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയപ്പെടുന്നു. സോ ഇത്രയും ആൾക്കാരുടെ ഡെഫിനിഷന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഓഫ് ഇന്റർനാഷണൽ ലോ നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്റർനാഷണൽ ലോ ഈസ് എൻ അൺകോഡിഫൈഡ് ലോ. അൺകോഡിഫൈഡ് ലോ എന്ന് പറഞ്ഞാൽ അത് എവിടെയും വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. ഒരുപാട് രാജ്യങ്ങൾ, പല രാജ്യങ്ങളും തമ്മിൽ എൻട്രി ചെയ്ത ഒരുപാട് ട്രീറ്റീസ് ഉണ്ടാകും, ഉടമ്പടികൾ ഉണ്ടാവും. ലോകത്തിന്റെ പല ഭാഗത്തും രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ് ഉണ്ടാകും. പക്ഷെ ഒരു ഫിക്സഡ് ആയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഉള്ള ഓരോ നിയമങ്ങൾ, ഇപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇതൊക്കെ വ്യക്തമായിട്ട് സെക്ഷനും വകുപ്പും ഒക്കെ വെച്ച് ക്ലിയർ ആയിട്ട് കോഡിഫൈ ചെയ്ത നിയമങ്ങളാണ്. പക്ഷെ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കോ, ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമ പുസ്തകമോ സ്റ്റാറ്റ്യൂട്ട് ബുക്കോ ഇല്ല. അത് അൺകോഡിഫൈഡ് ലോ ആണ്. അത് ഇന്റർനാഷണൽ ലോ സ്കാറ്റേർഡ് ആണ്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുകയാണ്. പല സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന റിട്ടൺ ആൻഡ് അൺറിട്ടൺ റൂൾസ്, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആണ്. അതിന്റെ ഒരു സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് അല്ലാത്ത ഒരു ലോ ആണ്, അൺകോഡിഫൈഡ് ലോ ആണ് ഇന്റർനാഷണൽ ലോ. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ ഓഫ് ഇന്റർനാഷണൽ ലോ എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലോ ഈസ് ആപ്ലിക്കബിൾ ടു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കാണ് ഇന്റർനാഷണൽ ലോ ബാധകം. ഇപ്പൊ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് അത് രാജ്യങ്ങളാവാം, സ്റ്റേറ്റ്സ് ആവാം, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആവാം, ഇൻഡിവിജ്വൽസ് ആവാം, സ്റ്റേറ്റ് അല്ലാത്ത ലീഗൽ പേഴ്സണാലിറ്റീസും ഒക്കെ ആവാം. പക്ഷെ ഇന്റർനാഷണൽ ലോ മെയിൻലി ആപ്ലിക്കബിള്, പ്രൈമറിലി ആപ്ലിക്കബിള് സ്റ്റേറ്റ്സിനാണ്. പിന്നെ അടുത്തത് കോവേഴ്സീവ് ആക്ഷൻ. Coercive action can be taken against any member of international community if they violate international law. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഒരു അംഗം, അത് ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, രാജ്യങ്ങളായിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ ഇന്റർനാഷണൽ ലോ വയലേറ്റ് ചെയ്ത് അവർക്കെതിരെ ബാക്കി ഇന്റർനാഷണൽ ലോ മെമ്പേഴ്സിന് അവർക്കെതിരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള കോഴ്സീവ് ആക്ഷൻ എടുക്കാം. അവർ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണിയാവുമെങ്കിൽ. ഇന്റർനാഷണൽ ലോന്റെ നാലാമത്തെ ഫീച്ചർ ഇതാണ്. ഇന്റർനാഷണൽ ലോ ഈസ് ആപ്ലിക്കബിൾ ടു റിലേഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പെർ സേ. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തിലും അത് ആപ്ലിക്കബിൾ. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രമല്ല, രാജ്യങ്ങളും വ്യക്തികളും തമ്മിലുള്ള ബന്ധം, വ്യക്തികളും ഇന്റർനാഷണൽ സംഘടനകളും തമ്മിലുള്ള ബന്ധം, ഇതിനൊക്കെ ഇന്റർനാഷണൽ ലോ ബാധകമാണ്. ഇനി നമ്പർ 5 വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. The underlying basis of international law is the consent of states. അതായത് ഇന്റർനാഷണൽ ലോയില് ഈ സ്റ്റേറ്റ്സിന്റെ കൺസെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സിവിലൈസ്ഡ് സ്റ്റേറ്റ്സിന്റെ സപ്പോർട്ട്, എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ ലോയില് ഒരു റൂള് എക്സിസ്റ്റൻസിൽ വരുള്ളൂ. പിന്നെ ഇന്റർനാഷണൽ ലോ ഡിവൈഡഡ് ഇൻറ്റു പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇന്റർനാഷണൽ ലോ. പബ്ലിക് ഇന്റർനാഷണൽ ലോ ആണ് പ്രൈവറ്റ് ഇന്റർനാഷണൽ ലോനെ കാട്ടി വൈഡർ ഇൻ സ്കോപ്പ്. പിന്നെ ഇന്റർനാഷണൽ ലോ ക്യാൻ ബി ജനറൽ ഓർ റീജിയണൽ ഇൻ നേച്ചർ. അതായത് ജനറൽ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ ഹോൾ വേൾഡിലുള്ള രാജ്യങ്ങൾക്ക്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള രാജ്യങ്ങൾക്ക് മൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആണ് ജനറൽ ഇന്റർനാഷണൽ ലോ. അപ്പൊ അത് രാജ്യങ്ങൾ അപ്രൂവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരത് ഫോളോ ചെയ്തിരിക്കണം. റീജിയണൽ ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാല് ലോകത്തിലുള്ള ചില ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾക്ക് മാത്രം ഫോളോ ചെയ്യുന്ന റൂൾസ് ആണ് റീജിയണൽ ഇന്റർനാഷണൽ ലോ. ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില് there are special rules for diplomatic asylum. അതേപോലെ യൂറോപ്യൻ സ്റ്റേറ്റ്സിൽ കോമൺ മാർക്കറ്റിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില റൂൾസ് ഉണ്ട്, ആ ഒരു റീജിയനിൽ മാത്രം ഫോളോ ചെയ്യുന്നത്. എട്ടാമത്തെ കാര്യം, നോ സ്റ്റേറ്റ്സ് ക്യാൻ ഡിനൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഇന്റർനാഷണൽ ലോ. ലോകത്തിലുള്ള ഒരു രാജ്യത്തിനും ഇന്റർനാഷണൽ ലോന്റെ ആ ഒരു എക്സിസ്റ്റൻസ് നിഷേധിക്കാൻ പറ്റില്ല. ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞൊരു സാധനമില്ല എന്ന് ലോകത്തിൽ ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റില്ല. ഈവൻ ദോസ് സ്റ്റേറ്റ്സ് വിച്ച് ബ്രേക്ക് ദ റൂൾസ് ഓഫ് ഇന്റർനാഷണൽ ലോ,
ഇന്റർനാഷണൽ ലോന്റെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന രാജ്യങ്ങളാണെങ്കിൽ പോലും അവർ അഡ്മിറ്റ് ചെയ്യും, ഇന്റർനാഷണൽ ലോ ഉണ്ടെന്നുള്ള കാര്യം അവർ അഡ്മിറ്റ് ചെയ്യും. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഇന്റർനാഷണൽ ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അവസാനമായിട്ട് ഇന്റർനാഷണൽ ലോന്റെ മെയിൻ ലക്ഷ്യം എന്താണ്? Produce an orderly system of international relations and secure justice for human being. അതായത് ലോകത്തിലെ മൊത്തം ഇന്റർനാഷണൽ റിലേഷൻഷിപ്സിൽ ഒരു ഓർഡർ കൊണ്ടുവരാം. മനുഷ്യർക്ക് എന്താണ്, എല്ലാ മനുഷ്യർക്കും, ഏത് രാജ്യത്തെ മനുഷ്യർക്കും ജസ്റ്റിസ്, നീതി ഉറപ്പുവരുത്തുക. ഇതാണ് ഇന്റർനാഷണൽ ലോന്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രയർലി പറഞ്ഞതുപോലെ സ്റ്റേറ്റ് മേ വയലേറ്റ് ഇന്റർനാഷണൽ ലോ ജസ്റ്റ് ലൈക്ക് ഇൻഡിവിജ്വൽസ് വയലേറ്റ് മുനിസിപ്പൽ ലോ. ഇപ്പൊ ഒരു ഇൻഡിവിജ്വല്, ഒരു വ്യക്തി അയാളുടെ രാജ്യത്തിന്റെ നിയമം ലംഘിക്കുന്നത് പോലെ രാജ്യങ്ങൾക്ക് ചില രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമം, ഇന്റർനാഷണൽ നിയമം ലംഘിച്ചെന്ന് വരും. പക്ഷെ just as individuals cannot claim to be above municipal law, states cannot be claimed to be above international law. ഒരു വ്യക്തിക്ക് തന്റെ രാജ്യത്തെ നാഷണൽ ലോ, രാജ്യത്തെ നിയമത്തിനെ കാട്ടി മേലെയാണ് താൻ ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ രാജ്യങ്ങൾക്കും, ലോകത്തുള്ള ഒരു രാജ്യത്തിനും ആ രാജ്യം ഇന്റർനാഷണൽ ലോന് എബവ് ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ലോ. ഞാൻ ഡയറക്ട്ലി നിങ്ങളെ സിലബസിലേക്ക് പോവാണ്. അപ്പൊ അക്കോർഡിംഗ് ടു യുവർ സിലബസ് യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് UNO. What is the role of UNO under international law? UNO എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതലേ പഠിക്കുന്ന സംഭവം, ഒരു ഓർഗനൈസേഷൻ ആണ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. സോ this is the most important international organization. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പോൾ കറന്റ്ലി മെമ്പർഷിപ്പ് ഓൾമോസ്റ്റ് 193 സ്റ്റേറ്റ്സ് ഓഫ് ദി വേൾഡ് ഉണ്ട്, 2 ഒബ്സർവർ സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ഇത് UNO എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതിന്റെ മെമ്പേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അതിൽ മെമ്പേഴ്സായ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ലോനും ഇന്റർനാഷണൽ ലോ യുണൈറ്റഡ് നേഷൻസിനും ഇറ്റ് ഹാസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അണ്ടർ ഇന്റർനാഷണൽ ലോ. സോ ഒരു റിപ്പറേഷൻസ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു UN ഒഫീഷ്യല് പലസ്തീനില് സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുന്ന് കൊല്ലപ്പെട്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ രാജ്യം UNOന് കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് വിധി വന്നത്. സോ UNOന് ഇറ്റ് ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ഇഞ്ചറീസ് സഫേർഡ് ബൈ ഇറ്റ്സ് ഏജന്റ്സ് വൈൽ ഇൻ സർവീസ്. അപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ സേവനത്തിലിരിക്കെ അതിന്റെ ഏജന്റ്സിന് ഏതെങ്കിലും രാജ്യങ്ങള് ഇഞ്ചറി ഏൽപ്പിച്ചാല് യുണൈറ്റഡ് നേഷൻസിന് ആ രാജ്യത്ത് നിന്ന് കോമ്പൻസേഷൻ മേടിക്കാം. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന് 5 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്: ഫ്രഞ്ച്, അറബിക്, റഷ്യൻ, ചൈനീസ്, ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ കുറച്ചുണ്ട്, കൈൻഡ്ലി ബെയർ വിത്ത് ഇറ്റ്. ഇനി എന്താണ്, വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് ദി UNO? UNOന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഇങ്ങനെ ഒരു ഐക്യരാഷ്ട്ര സഭ ഉണ്ടാവാൻ കാരണം എന്താണ്? അതിന്റെ മെയിൻ ഒബ്ജക്ട്സ് ഇതാണ്. ഒന്ന്, മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താം. ഫ്രണ്ട്ലി റിലേഷൻ അമംഗ് നേഷൻസ്. രാജ്യങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉറപ്പുവരുത്തുക, ഡെവലപ്പ് ചെയ്യുക. ഇന്റർനാഷണൽ പീസ് ആൻഡ് കോർപ്പറേഷൻ ഇൻ സോൾവിങ് ഇന്റർനാഷണൽ പ്രോബ്ലംസ്. അതായത് അന്താരാഷ്ട്ര തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. പ്രൊമോട്ട് ആൻഡ് എൻകറേജ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡം വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. So the basic principles to be followed by UNO and its members are laid down in Article 1 of the UN Charter. UN Charter എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ കരാറാണ്.
ഒരു കൺവെൻഷൻ ആണ്. ഒരുപാട് രാജ്യങ്ങൾ ഒപ്പിട്ട കരാറാണ് UN ചാർട്ടർ. അപ്പൊ UN ചാർട്ടറിൽ ആർട്ടിക്കിൾ 1 UNO മെമ്പേഴ്സ് ഫോളോ ചെയ്യേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറയുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. The organization is based on principle of sovereign equality. അതായത് ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും പരമാധികാരത്തിന്റെ ഒരു തുല്യത ഉണ്ട് എന്നാണ് ഈ UNO ഒരു ബേസിക് പ്രിൻസിപ്പിൾ. All members, in order to ensure to all of them rights and benefits resulting from membership, shall fulfill in good faith the obligations assured by them in accordance with the present charter. അപ്പൊ UNO മെമ്പർ ആയ ഒരു രാജ്യത്തിന് UNO മെമ്പർഷിപ്പിന്റെ ബെനിഫിറ്റ്സും റൈറ്റ്സും കിട്ടണമെങ്കിൽ ഈ UN ചാർട്ടറിലുള്ള എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്യണം. അപ്പോൾ UN ചാർട്ടറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. All members shall settle the international dispute by peaceful means and in such a manner that international peace and security are not endangered. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഡേഞ്ചർ ആക്കാത്ത രീതിയിൽ വേണം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സെറ്റിൽ ചെയ്യാൻ. All members that refrain in international relation from threat or use of force against territorial integrity or political independence of any state or any other manner inconsistent with the purpose of the United Nations. അത് മറ്റ് രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസിൽ, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസിൽ, സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായിട്ട് ഒരു രാജ്യം കൈകടത്താൻ പാടില്ല. പിന്നെ all members shall give the United Nations every assistance in any action it takes in accordance with the UN Charter. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് പ്രിവെന്റീവ് ഓർ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി മെമ്പേഴ്സ് യുണൈറ്റഡ് നേഷൻസിനെ സപ്പോർട്ട് ചെയ്യണം, ആവശ്യത്തിനുള്ള അസിസ്റ്റൻസ് കൊടുക്കണം. പിന്നെ സ്റ്റേറ്റ്സ് വിച്ച് ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഷാൽ ആക്ട് അക്കോർഡിംഗ് വിത്ത് ദിസ് പ്രിൻസിപ്പിൾസ്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിൽ അംഗത്വം ഇല്ലാത്ത രാജ്യങ്ങൾ പോലും ഈ ചാർട്ടർ, UN ചാർട്ടറിന്റെ പ്രിൻസിപ്പിൾസിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകണം. അംഗരാജ്യങ്ങളല്ലാത്തവരും ആയ രാജ്യങ്ങൾ പോലും അത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ജൂറിസ്ഡിക്ഷനിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ പാടില്ല. ഒഫീഷ്യൽ ലാംഗ്വേജസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വാട്ട് ആർ ദ obligations of non-member states under the United Nations ഓർഗനൈസേഷൻ? അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങള് അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്? അപ്പൊ UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 2 പാരഗ്രാഫ് 6 ആണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. So, states which are not members of the UNO shall act in accordance with these principles so far as necessary for maintenance of international peace and security. അതായത് UN അംഗരാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളും UN ചാർട്ടറിലുള്ള പ്രിൻസിപ്പിൾസ് പരമാവധി ഫോളോ ചെയ്യണം, അന്താരാഷ്ട്ര പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതില് ഓരോ ഈ ആർട്ടിക്കിൾസ് ഒന്നും ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ പോയിന്റ്സ് പറഞ്ഞതാണ്. പിന്നെ UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 32 പറയുന്നുണ്ട് നോൺ മെമ്പർ സ്റ്റേറ്റ്സിന് സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡിസ്കഷനിൽ പങ്കെടുക്കാനുള്ള വകുപ്പയിലുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 35 ഓഫ് UN ചാർട്ടറിൽ പറയുന്നത് നോൺ മെമ്പർ മേ ബ്രിങ് എ ഡിസ്പ്യൂട്ട് ടു ദ സെക്യൂരിറ്റി കൗൺസിൽ ഓർ ദി ജനറൽ അസംബ്ലി ഫോർ പീസ്ഫുൾ സെറ്റിൽമെന്റ്. അപ്പൊ UN അംഗമല്ലാത്ത രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാം? UN അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, പരിഹാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാം. പിന്നെ അതേപോലെ ആർട്ടിക്കിൾ 50 പറയുന്നത് of UN Charter പറയുന്നത് a non-member state to consult Security Council on special economic conditions arising from carrying out preventive or enforcement measures. അതായത് ചില വിഷയങ്ങളിൽ എൻഫോഴ്സ്മെന്റ് മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ട സാഹചര്യത്തിൽ നോൺ മെമ്പർ സ്റ്റേറ്റിന് സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ദി UNOന് കൺസൾട്ട് ചെയ്യാം.
പിന്നെ ഇവർക്ക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആ ഒരു ചാർട്ടറിൽ ഒപ്പിടുകയും ചെയ്യാം. നോൺ മെമ്പർ സ്റ്റേറ്റ്സിനും അതിൽ ഒപ്പിടാം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ചാർട്ടറിൽ ഒപ്പിടാം. ഇനി മെമ്പർഷിപ്പ് ഓഫ് UN നോക്കാം. The members of UNO may be classified under two heads. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഒറിജിനൽ മെമ്പേഴ്സ്, ഒന്ന് ഒറിജിനൽ മെമ്പർ സ്റ്റേറ്റ്സ്, രണ്ട് സ്റ്റേറ്റ്സ് അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. അപ്പൊ UN മെമ്പർഷിപ്പ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ അംഗരാജ്യങ്ങളെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് ഒറിജിനൽ മെമ്പേഴ്സ്, അതായത് ഈ യുണൈറ്റഡ് നേഷൻസ് 1945 ഫോം ചെയ്ത ആ വർഷം സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ചിട്ട് ഒറിജിനലി അംഗത്വം സ്വീകരിച്ചവരാണ് ഒറിജിനൽ മെമ്പേഴ്സ്. ഈ UN ഇത് ഫോം ചെയ്യുന്ന ടൈമിൽ, UN ഫോം ചെയ്യുന്ന ടൈമിൽ തന്നെ അംഗത്വം ലഭിച്ചവരാണ് ഒറിജിനൽ മെമ്പേഴ്സ്. അതിനുശേഷം ജോയിൻ ചെയ്തവരാണ് സ്റ്റേറ്റ്സ് അഡ്മിറ്റഡ് ആസ് മെമ്പേഴ്സ്. So a state may be admitted to the United Nations on the affirmative recommendation of Security Council and by a resolution of the General Assembly by 2/3 majority. അപ്പോൾ ഒരു രാജ്യത്തിന് യുണൈറ്റഡ് നേഷന്റെ അംഗമാക്കണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ റെക്കമെൻഡേഷനും വേണം, പിന്നെ ജനറൽ അസംബ്ലിന്റെ 2/3 മെജോറിറ്റിന്റെ റെസൊല്യൂഷനും വേണം. അപ്പോൾ ഒരു UN അംഗത്വം ലഭിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റിന്, ഒരു രാജ്യത്തിന് UNO അംഗത്വം ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അതൊരു സ്റ്റേറ്റ് ആയിരിക്കണം, രാജ്യമായിരിക്കണം, സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായിരിക്കണം, പീസ് ലവിങ് സ്റ്റേറ്റ് ആയിരിക്കണം, ആക്സെപ്റ്റ് ദി ഓബ്ലിഗേഷൻസ് ഓഫ് ദി UN ചാർട്ടർ, വില്ലിംഗ് ടു ക്യാരി ഔട്ട് ദി ഓബ്ലിഗേഷൻസ് and able to carry out the obligations of the UN Charter. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ഏത് രാജ്യത്തിനും യുണൈറ്റഡ് നേഷൻസിന്റെ മെമ്പർ ആവാം. ഇനി വിഡ്രോവൽ ഓഫ് മെമ്പർഷിപ്പ്. യുണൈറ്റഡ് നേഷൻസിൽ ഒരിക്കൽ അംഗത്വം നേടിയ രാജ്യങ്ങൾക്ക് UNO പിന്മാറണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് UN ചാർട്ടർ സൈലന്റ് ആണ്. ഇതിനെ കുറിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല UN ചാർട്ടറിൽ. So such a silence was deliberately created. മനഃപൂർവ്വമാണ് വിഡ്രോവൽ ഓഫ് മെമ്പർഷിപ്പിനെ കുറിച്ചിട്ട് ഒന്നും പറയാത്തത്. അപ്പോൾ വിഡ്രോയിങ് സ്റ്റേറ്റ് cannot escape from Article 2 of the UN Charter. അപ്പോൾ ഒരു സ്റ്റേറ്റ് UN വിഡ്രോ ചെയ്താൽ അത് നോൺ മെമ്പർ സ്റ്റേറ്റ് ആകും. നോൺ മെമ്പർ സ്റ്റേറ്റ് ആയാൽ Article 2 of the UN ചാർട്ടറിൽ പെടും. അതായത് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നോൺ മെമ്പർ സ്റ്റേറ്റ് ആണെങ്കിലും UN ചാർട്ടറിന്റെ UN ചാർട്ടർ അനുസരിക്കണം, അതിലെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. ഇനി സസ്പെൻഷൻ ഓഫ് മെമ്പേഴ്സ്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന്, അവർക്കെതിരെ പ്രിവെന്റീവ് ഓർ എൻഫോഴ്സ്മെന്റ് ആക്ഷൻ സെക്യൂരിറ്റി കൗൺസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്യാം. ഈ സംഘടനയിലുള്ള അവരുടെ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് സസ്പെൻഡ് ചെയ്യാം ബൈ ദ ജനറൽ അസംബ്ലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ. ഇനി എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. UNO അംഗമായ ഒരു രാജ്യത്തിന് UNO എങ്ങനെയാണ് പുറത്താക്കാൻ പറ്റുമോ? UNO നിന്നും പുറത്താക്കാൻ പറ്റുമോ, എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. So if a member of the UNO persistently violates the provisions in the UN Charter, ഒരു രാജ്യം UN അംഗരാജ്യമായ ഒരു കൺട്രി നിരന്തരമായിട്ട് UN ചാർട്ടറിലെ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ അസംബ്ലിന്റെയോ തീരുമാനപ്രകാരം പുറത്താക്കാം, സംഘടനയിൽ നിന്ന് പുറത്താക്കാം. 2/3 മെജോറിറ്റി വോട്ടിംഗ് മതി. ഇനി ആണ് നമ്മളെ മെയിൻ പോയിന്റിലേക്ക് എത്തുന്നത്. വിച്ച് ആർ ദ പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട എന്താണ് ഓർഗൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ സ്കൂൾ തലത്തിലും പഠിച്ചിട്ടുണ്ടാവും ഈ കാര്യം. There are 6 principal organs to the United Nations.
6 പ്രധാനപ്പെട്ട ഓർഗൻസ് ഉണ്ട് യുണൈറ്റഡ് നേഷൻസിന് ഫംഗ്ഷൻ ചെയ്യാൻ. ഒന്ന് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എക്കണോമിക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ നമ്മൾ ICJ എന്നും പറയും. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇങ്ങനെ 6 ഓർഗൻസ് ഉണ്ട് UNOന്. ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഈ ഓരോ അംഗങ്ങൾ, ഈ ഓരോ ഓർഗൻസിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ജനറൽ അസംബ്ലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഈ 6 ഓർഗൻസിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ അസംബ്ലി. General Assembly of UNO is the most democratic and representative organ of the UNO. അപ്പോൾ UNOയിലുള്ള ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ളതും റെപ്രസെന്റേറ്റീവ് നേച്ചർ ഉള്ളതുമായിട്ടുള്ള ഒരു ഓർഗനാണ് ജനറൽ അസംബ്ലി. അപ്പോൾ ഇതിലുള്ള UNOയിലുള്ള ഈച്ച് മെമ്പർ, ഓരോ മെമ്പറിനും 6 റെപ്രസെന്റേറ്റീവ്സിനെ അയക്കാം ജനറൽ അസംബ്ലിയിലേക്ക്. അതേപോലെ തന്നെ ഈച്ച് മെമ്പർ ഇസ് എൻറ്റൈറ്റിൽഡ് ടു 1 വോട്ട്. ഓരോരുത്തർക്കും ഓരോ വോട്ട് വീതം ഉണ്ടാവും. പ്രസന്റ് 192 മെമ്പേഴ്സ് ആണ് ജനറൽ അസംബ്ലിയിൽ. വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് ജനറൽ അസംബ്ലി? അപ്പൊ UNOന്റെ ജനറൽ അസംബ്ലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്? അത് 5 ഹെഡിങ്ങിൽ പഠിക്കാം. ഒന്ന് ഡെലിബറേറ്റീവ് ഫങ്ഷൻസ് ആണ്. അതായത് ഡിസ്കഷൻ, സ്റ്റഡീസ്, റെക്കമെൻഡേഷൻ ആൻഡ് പാസിംഗ് ഓഫ് റിസൊല്യൂഷൻ ഓൺ ഡിഫറെന്റ് മാറ്റേഴ്സ്. അപ്പൊ പല വിഷയങ്ങളിലും ഡിസ്കഷന്, പഠനങ്ങള്, റെക്കമെൻഡേഷൻസ്, പ്രമേയം പാസ്സാക്കൽ, ഇതൊക്കെയാണ് ജനറൽ അസംബ്ലിന്റെ ഡെലിബറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൂപ്പർവൈസറി ഫങ്ഷൻ. ജനറൽ അസംബ്ലിക്ക് രണ്ടാമതുള്ളത് സൂപ്പർവൈസറി ഫങ്ഷൻ ആണ്. അതായത് മേൽനോട്ടം വഹിക്കാനുള്ള ഫങ്ഷൻസ്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ഫങ്ഷൻസ് വിച്ച് ദ ജനറൽ അസംബ്ലി ക്യാൻ എക്സസൈസ്. ഇപ്പൊ ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റ് പ്രിൻസിപ്പൽ ഓർഗൻസിന്റെ മേലെയും യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിന്റെ മേലെയും മേൽനോട്ടം വഹിക്കാനുള്ള ആ ഒരു ഫംഗ്ഷനും കൂടിയിട്ട് ജനറൽ അസംബ്ലിക്ക് ഉണ്ട്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷന് ജനറൽ അസംബ്ലിന്റെ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. ദ ജനറൽ അസംബ്ലി പെർഫോംസ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ്. UN ബഡ്ജറ്റ് ഒക്കെ അപ്രൂവ് ചെയ്യും. ഇനി നാലാമത്തെ ഫംഗ്ഷന് ഇലക്റ്റീവ് ഫംഗ്ഷൻ. ജനറൽ അസംബ്ലിക്ക് ഇലക്റ്റീവ് ഫംഗ്ഷനും ഉണ്ട്. The General Assembly elects a new member to the UN and the members for other organs of the UN. പിന്നെ അഞ്ചാമത്തത് കോൺസ്റ്റിറ്റ്യൂവന്റ് ഫംഗ്ഷൻ. ജനറൽ അസംബ്ലിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The General Assembly performs constituent functions. It can end ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ട് ചില എറേഴ്സ് വന്നിന്. ഞാനത് ക്ലിയർ ചെയ്തിട്ട് നാളെ പറഞ്ഞു തരാം, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാം. സോ ഇനി റോൾ ഓഫ് ജനറൽ അസംബ്ലി ഇൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ജനറൽ അസംബ്ലിന്റെ റോള് എന്താണെന്നാണ് പറയുന്നത്. സോ അത് ജനറൽ അസംബ്ലി is a deliberative organ of the United Nations. അപ്പൊ അതില് യുണൈറ്റഡ് നേഷൻസിലെ എല്ലാ മെമ്പേഴ്സും ജനറൽ അസംബ്ലിയിൽ ഉണ്ട്. അപ്പൊ ഒരു മെമ്പറിന് 5
റെപ്രസെന്റേറ്റീവ്സ് വരെ ഉണ്ടാകും ജനറൽ അസംബ്ലിയിൽ. പിന്നെ ഓരോ മെമ്പറിനും 1 വോട്ട് ഉണ്ട്. Vote on important questions are made by 2/3 majority of persons present and vote. പ്രധാനപ്പെട്ട കാര്യങ്ങളിലെ ഡെസിഷൻ ഒക്കെ 2/3 മെജോറിറ്റിയോട് കൂടിയിട്ടാണ് ജനറൽ അസംബ്ലി തീരുമാനിക്കുന്നത്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ പെടുക? For maintenance of international peace and security, election of non-permanent members of Security Council, election of members of Economic and Social Council, Trusteeship Council, admission of new members to United Nations, suspension of rights and privileges of membership, expulsion of members, budgetary questions. ഇതൊക്കെയാണ് 2/3 majority ഓട് കൂടിയിട്ട് വോട്ട് ചെയ്തിട്ട് തീരുമാനാക്കുന്നത് ജനറൽ അസംബ്ലി. പിന്നെ മറ്റ് വിഷയങ്ങളിലൊക്കെ സിമ്പിൾ മെജോറിറ്റി മതിയാവും. ഇത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ചില ഏരിയാസ് സ്കിപ്പ് ചെയ്തു പോകുന്നത്. Any member of the United Nations may bring any dispute or any situation which is likely to endanger international peace and security to the attention of the Security Council. Even a non-member state may bring such dispute to the attention of the General Assembly. For ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിക്ക് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്ത് സംഭവത്തിനെ കുറിച്ചിട്ടും യുണൈറ്റഡ് നേഷനിലെ അംഗങ്ങൾക്ക് അതിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുൻപാകെ കൊണ്ടുവരാം. ഇനി നോൺ മെമ്പർ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും, യുണൈറ്റഡ് നേഷൻസിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ വല്ല സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനറൽ അസംബ്ലിനെ അപ്രോച്ച് ചെയ്യാം. So the General Assembly may discuss such dispute and make recommendations to the state or state concerned or to the Security Council. ഇത്രയാണ് ജനറൽ അസംബ്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ രണ്ടാമത്തെ ഓർഗനാണ് സെക്യൂരിറ്റി കൗൺസിൽ. Security Council is one of the principal organs of the UNO. Security Council 15 members ഉണ്ട്. സോ അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്യൂരിറ്റി കൗൺസിൽ 15 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ്, 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ പെർമനന്റ് മെമ്പേഴ്സ് ആണ് സെക്യൂരിറ്റി കൗൺസിലിന്റെ. അപ്പൊ ബാക്കി 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിനെയും ഇങ്ങനെ റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ എലക്ട് ചെയ്ത് വരുവാണ്. ദർ എലക്ടഡ് ബൈ ദ ജനറൽ അസംബ്ലി ഫോർ എ ടേം ഓഫ് 2 years. ഓരോ മെമ്പർ സ്റ്റേറ്റിനും സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഒരു പ്രതിനിധിനെ അയക്കാം. അപ്പൊ സെക്യൂരിറ്റി കൗൺസിലിലെ വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. Each member of the Security Council is entitled to cast 1 vote. So the matters which come for discussion in Security Council are divided into 2 heads. For the Security Council ന്റെ മുന്നിൽ ഡിസ്കഷന് വരുന്ന വിഷയങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൊസീജറൽ മാറ്റേഴ്സ്, ഒന്ന് സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സ്. സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നിൽ ഡിസ്കഷന് വരുന്ന മാറ്റേഴ്സ് പ്രൊസീജറൽ മാറ്റേഴ്സും സബ്സ്റ്റാൻഷ്യൽ മാറ്റേഴ്സും. അപ്പൊ പ്രൊസീജറൽ മാറ്റേഴ്സിലുള്ള തീരുമാനങ്ങൾ സിമ്പിൾ മെജോറിറ്റി വഴിയാണ് എടുക്കുക അതിലുള്ള തീരുമാനങ്ങൾ. So when Security Council takes a decision on a procedural matter, affirmative vote of 5 permanent members is not required. But procedural matter ആണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ആ പെർമനന്റ് മെമ്പേഴ്സ് 5 പെർമനന്റ് അംഗരാജ്യങ്ങളുടെ അഫർമേറ്റീവ് വോട്ടിന്റെ ആവശ്യമില്ല. അതേപോലെ പെർമനന്റ് മെമ്പേഴ്സിന് വീറ്റോ പവറും ഇല്ല. ഇനി സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സ്, അതായത് സുപ്രധാനമായ മാറ്റേഴ്സിലുള്ള തീരുമാനമാണെങ്കിൽ അഫർമേറ്റീവ് വോട്ട് ഓഫ് 9 മെമ്പേഴ്സ് വേണം, ഇൻക്ലൂഡിങ് ദ 5 പെർമനന്റ് മെമ്പേഴ്സ്. അപ്പൊ പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള തീരുമാനം എടുക്കാൻ സെക്യൂരിറ്റി കൗൺസിലുള്ള മിനിമം 9 അംഗരാജ്യങ്ങളുടെ വോട്ട് വേണം. ആ 9 അംഗരാജ്യങ്ങളിൽ ഈ 5 പെർമനന്റ് അംഗരാജ്യങ്ങൾ ഉണ്ടായിരിക്കണം. So if a permanent member gives a negative vote called veto, അതിന് വീറ്റോ എന്നാണ് പറയുക, നെഗറ്റീവ് വോട്ടിന് വീറ്റോ എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ
becomes unable to take decision in that matter. ഇവിടെ ഡബിൾ വീറ്റോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് സെക്യൂരിറ്റി കൗൺസിൽ ഫോളോ ചെയ്യുന്നത്. ഡെസിഷൻസ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ഓൺ ഓൾ ഇമ്പോർട്ടന്റ് ആൻഡ് സബ്സ്റ്റാൻറ്റീവ് മാറ്റേഴ്സ് shall be made by affirmative vote of all members, including affirmative votes of permanent members. അപ്പോൾ ഒരു മാറ്റർ പ്രൊസീജറൽ ആണോ സബ്സ്റ്റാൻറ്റീവ് ആണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ വിഷയം തന്നെ ഒരു സബ്സ്റ്റാൻറ്റീവ് മാറ്റർ. ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നിൽ ഒരു വിഷയം വന്നു, അപ്പൊ ഇത് വെറും ഒരു പ്രൊസീജറൽ മാറ്റർ ആണോ അല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണോ എന്ന് ആദ്യം തീരുമാനിക്കണം. സോ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണ്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണെങ്കിൽ 5 പെർമനന്റ് മെമ്പേഴ്സിന്റെയും affirmative vote വേണം. മിനിമം 9 members including 5 പെർമനന്റ് മെമ്പേഴ്സിന്റെ affirmative vote വേണം. പിന്നെ അതിനുശേഷം ഇത് സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണെന്ന് തീരുമാനിച്ച ശേഷം, വോട്ടിൽ കൂടെ തീരുമാനിച്ചതിന് ശേഷം ആ സബ്സ്റ്റാൻറ്റീവ് മാറ്ററിന്റെ മേലെ വീണ്ടും ഡിസ്കഷൻ വരും. അപ്പൊ ആ ഡിസ്കഷന്റെ തീരുമാനം എടുക്കണമെങ്കിൽ വീണ്ടും അതൊരു സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആകും, സബ്സ്റ്റാൻഷ്യൽ മാറ്റർ ആകും. അപ്പൊ അവിടെ വീണ്ടും പെർമനന്റ് മെമ്പേഴ്സിന്റെ വീണ്ടും ഒരു അഫർമേറ്റീവ് വോട്ട് വേണം, 5 പെർമനന്റ് മെമ്പേഴ്സിന്. ഇതിനാണ് ഡബിൾ വീറ്റോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസും പവേഴ്സും എന്തൊക്കെയാണ്? മെയിൻ്റനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇലക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്. Security Council participates in the election of judges to the ICJ. ICJ എന്ന് പറഞ്ഞ International Court of Justice. അവിടുത്തെ ജഡ്ജസിന്റെ ഇലക്ഷനിലൊക്കെ സെക്യൂരിറ്റി കൗൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതേപോലെ a state can be admitted to the United Nations only on the recommendations of the Security Council. അതേപോലെ UN സെക്രട്ടറി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്ന റെക്കമെൻഡേഷനും സെക്യൂരിറ്റി കൗൺസിലാണ് നൽകുന്നത്. പിന്നെ സെക്യൂരിറ്റി കൗൺസിലിന് സൂപ്പർവൈസറി പവേഴ്സ് ഉണ്ട്, ഉണ്ട്. ഇറ്റ് ക്യാൻ റെക്കമെൻഡ് ദ എക്സ്പൾഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് മെമ്പേഴ്സ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് ഫംഗ്ഷൻ ഉണ്ട്. ഇതൊക്കെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഫങ്ഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് ഫംഗ്ഷൻ ഉണ്ട്, അതായത് UN ചാർട്ടറിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ കൂടി വേണം. അതിന്റെ എല്ലാ പെർമനന്റ് മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണം. പിന്നെ ഒരു റെസല്യൂഷൻ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വേണ്ടി വരും തോന്നുന്നില്ല. യുണൈറ്റിംഗ് ഫോർ പീസ് റെസല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു UN ജനറൽ അസംബ്ലി. 3 നവംബർ 1950 ഇത് പാസ്സാക്കിയത്. അപ്പൊ അതില് ആ റെസല്യൂഷനിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് യുനാനിമിറ്റി ഓഫ് പെർമനന്റ് മെമ്പേഴ്സ് fails to exercise the primary responsibility for maintenance of international peace and security, then the General Assembly shall consider the matter immediately to make appropriate recommendations to members for collective measures and use of armed force when necessary to restore international peace and security. അതായത് സെക്യൂരിറ്റി കൗൺസിലിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എഫർമേറ്റീവ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ, അതായത് അതിലുള്ള 5 പെർമനന്റ് മെമ്പേഴ്സിന്റെ ഇടയിലും ലാക്ക് ഓഫ് യുനാനിമിറ്റി, ഒരു ഒത്തൊരുമക്ക് ഒരു കുറവ് വന്നാൽ ആ വിഷയത്തിൽ ജനറൽ അസംബ്ലിക്ക് തീരുമാനം എടുക്കാനുള്ള പവർ കിട്ടും, എമർജൻസി മാറ്റർ ആണെങ്കിൽ എന്ന് പറയുന്നു. യുണൈറ്റിംഗ് ഫോർ പീസ് റെസല്യൂഷൻ. So essentially peacekeeping employees. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിപ്ലോയ്മെന്റ് ഓഫ് ആംഡ് ഫോഴ്സസ് അണ്ടർ UN കൺട്രോൾ ടു കണ്ടെയ്ൻ ആൻഡ് റിസോൾവ് മിലിറ്ററി കോൺഫ്ലിക്ട്സ്. അപ്പൊ പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നബാധിത മേഖലകളിൽ UNന്റെ ആംഡ് ഫോഴ്സസ്, UN അംഗരാജ്യങ്ങൾ ഡിപ്ലോയ് ചെയ്ത ആംഡ് ഫോഴ്സസിനെ അയക്കാൻ, അവിടെ കൺട്രോൾ ചെയ്യാനും സമാധാനം പുനഃസ്ഥാപിക്കാനും.
ഇനി റോൾ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ ഇൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. അതായത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കാര്യത്തിൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ റോള് എന്താണ്? ഇപ്പൊ പെസിഫിക് ആയ സമാധാനപരമായ സെറ്റിൽമെന്റ് ആണ് മാക്സിമം നോക്കുക. ഇപ്പൊ എന്തെങ്കിലും ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിനെ ത്രെട്ടൺ ചെയ്യുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി കൗൺസിലിനെ അപ്രോച്ച് ചെയ്യാം മെമ്പറിന്. നോൺ മെമ്പർ സ്റ്റേറ്റ് ആണെങ്കിൽ ജനറൽ അസംബ്ലിനെ വഴി സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ശ്രദ്ധയിൽ പെടുത്താം എന്തെങ്കിലും ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ. Then Security Council will recommend the appropriate procedures or measures for adjustment. പിന്നെ സെക്യൂരിറ്റി കൗൺസിലിന് സ്വമേധയം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഒരു രാജ്യങ്ങളും പരാതി കൊണ്ടുവരാതെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എനി ഡിസ്പ്യൂട്ട് ഓർ സിറ്റുവേഷൻ വിച്ച് മേ ലീഡ് ടു ഇന്റർനാഷണൽ ഫ്രിക്ഷൻ. പിന്നെ വേണമെങ്കിൽ ആ രാജ്യങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് എക്സ്പ്ലനേഷന് ചോദിക്കാം. പിന്നെ നെഗോസിയേഷൻ, ആർബിട്രേഷൻ, മാധ്യസ്ഥത, മീഡിയേഷൻ, ജുഡീഷ്യൽ സെറ്റിൽമെന്റ്, മറ്റ് അറേഞ്ച്മെന്റ്സ് വഴി പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാൻ നോക്കാം. ഇതാണ് പെസിഫിക് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, സമാധാനപരമായ സെറ്റിൽമെന്റ്. ചില സിറ്റുവേഷൻസിൽ കമ്പൽസീവ് സെറ്റിൽമെന്റ് നടത്താം. സമാധാനപരമായിട്ടുള്ള സെറ്റിൽമെന്റ് സാധ്യമല്ലാത്ത സിറ്റുവേഷനിൽ കമ്പൽസീവ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് അവർക്ക് അതിനുള്ള മെഷേഴ്സ് എടുക്കുക ടു മെയിൻറ്റെയിൻ ഓർ റിസ്റ്റോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഈ നോട്ട്സ് ഞാൻ ഒന്നും കൂടി ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് തരാം, ഇത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമില്ല. Next is the Secretariat. Secretariat ആണ് മൂന്നാമത്തെ ഒരു ഓർഗൻ യുണൈറ്റഡ് നേഷൻസിന്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. അപ്പൊ മൊത്തം 6 ഓർഗൻസ് ആണ്. അപ്പൊ നമ്മൾ ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലും നോക്കി. ഇനി സെക്രട്ടേറിയറ്റ് എന്താണെന്ന് നോക്കാം. സെക്രട്ടേറിയറ്റ് കംപ്രൈസസ് ഓഫ്, ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ ആരൊക്കെയാണ് ഉള്ളത്? യു എൻ സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി ജനറൽ ഓഫ് യു എൻ സെക്രട്ടറി ജനറലും അദ്ദേഹത്തിന്റെ സ്റ്റാഫും ഉണ്ട്. സോ സെക്രട്ടറി ജനറൽ ഈസ് അപ്പോയിന്റഡ് ബൈ ജനറൽ അസംബ്ലി on the recommendations of the Security Council. He is the chief administrative officer of the organization. Secretary General ആണ് ഓർഗനൈസേഷന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ജനറൽ അസംബ്ലി സെക്യൂരിറ്റി കൗൺസിലിന്റെ ശുപാർശ പ്രകാരമാണ് അയാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതൊരു സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണ്. ഒരു യു എൻ സെക്രട്ടറി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് മാറ്റർ ആണ്. അപ്പൊ അതിൽ സെക്യൂരിറ്റി കൗൺസിലിലെ 5 പെർമനന്റ് മെമ്പേഴ്സിന്റെയും അഫർമേറ്റീവ് വോട്ട് ആവശ്യമുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ ആണ് ഹെഡ് ഓഫ് ദി സെക്രട്ടേറിയറ്റ്, വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഡിവിഷൻസ് ഓഫ് ദി UNO. സോ സെക്രട്ടേറിയറ്റിലെ ഒരു ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ആ സെക്രട്ടറി ജനറലിന്റെ ഫംഗ്ഷൻ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. അയാൾക്ക് ഓർഡിനറി അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ ആനുവൽ റിപ്പോർട്ട്, he has to present the annual report to the General Assembly on the working of the UNO. പിന്നെ bring attention to the Security Council any matter which may threaten, in his opinion, international peace and security. International peace and security നെ threaten ചെയ്യുന്ന അയാളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റർ ഉണ്ടെങ്കിൽ അയാൾ അത് സെക്യൂരിറ്റി കൗൺസിലിൽ ശ്രദ്ധയിൽപ്പെടുത്തണം. ജനറൽ അസംബ്ലിക്ക് വാർഷികമായിട്ട് UN-ന്റെ വർക്കിങ്ങിനെ കുറിച്ചിട്ട് ഒരു ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. UN ചാർട്ടറിൽ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം. നെക്സ്റ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റൊരു ഓർഗനാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. സോ
എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ the Economic and Social Council was constituted to promote international cooperation and coordination between the states in economic and social spheres. അപ്പൊ സാമ്പത്തികമായ സാമൂഹികമായ മേഖലകളിൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു സഹകരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന ഓർഗൻ ക്രിയേറ്റ് ചെയ്തത്. സോ എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ഫിയറിൽ കോപ്പറേഷൻ കൊണ്ടുവരാം? So such cooperation intends to promote appo logathil ellavarkkum high standard of living, higher standard of living, full employment, conditions of social and economic progress, solutions for problems such as health, culture and education. Idulla prashnangalokka പരിഹരിക്കുക, യൂണിവേഴ്സൽ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡംസ്. ഇതൊക്കെയാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ എന്താണ് പേർപ്പസ്. ഇതാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനു വേണ്ടിയിട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ കൺവീൻ കോൺഫറൻസസ്, studies, prepare reports and make recommendations to the General Assembly and the specialized agencies. അപ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠനങ്ങൾ നടത്തും, റിപ്പോർട്ടുകൾ തയ്യാറാക്കി ജനറൽ അസംബ്ലിക്കും സ്പെഷ്യലൈസ്ഡ് ഏജൻസിക്കും നൽകും, കോൺഫറൻസസ് ഒക്കെ കൺവീൻ ചെയ്യും. പിന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. ആരൊക്കെയാണ് അതിലെ മെമ്പേഴ്സ്? Economic and Social Council consists of 54 members elected from among the members of the UNO. Retiring members are also eligible for immediate re-election. പിന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് അടുത്തത് നോക്കാനുള്ളത്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ മറ്റൊരു ഓർഗനാണ് യുണൈറ്റഡ് നേഷൻസിന്റെ, ഐക്യരാഷ്ട്രസഭന്റെ. സോ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ്, അതിനിപ്പോ വലിയ പണിയില്ല ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് വെച്ചാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരുപാട് രാജ്യങ്ങളെ എന്താണ് എനിമി സ്റ്റേറ്റ്സ് നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത്തരം സ്റ്റേറ്റ്സിനെയൊക്കെ താൽക്കാലികമായിട്ട് അവരുടെ സംരക്ഷണത്തിനും അവിടെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാനും വേണ്ടിയിട്ടുമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിനെ നിയമിച്ചത്. സോ trusteeship council shall consist of all those members of UN who administer trust territories. Trust territories എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എനിമി സ്റ്റേറ്റ്സിൽ നിന്നുമൊക്കെ ഡിറ്റാച്ച് ചെയ്തു വന്ന ടെറിട്ടറീസും ഏരിയാസും ഒക്കെയാണ് ട്രസ്റ്റിഷിപ്പ് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഏരിയാസിൽ അവിടെ ഫുള്ള് യുദ്ധക്കെടുതിയിൽ ആകെ തകർന്നിരിക്കുന്ന എക്കണോമിയും ആൾക്കാരും ഒക്കെ ആയിരിക്കും അവിടെ. അപ്പൊ അവരെ ഒന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ വെക്കുന്നത്. പക്ഷെ ഇപ്പോ ആസ് ഓഫ് നൗ അതില് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ കീഴില് അങ്ങനെ മറ്റ് ട്രസ്റ്റ് ടെറിട്ടറീസ് ഒന്നും അങ്ങനെ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിപ്പോയി. സോ ദ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് ട്രസ്റ്റ് ടെറിട്ടറീസ് ഒക്കെ വിസിറ്റ് ചെയ്യണം, അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ പഠിക്കണം, റിപ്പോർട്ട്സ് കൊടുക്കുകയൊക്കെ വേണം. ഇപ്പൊ ആസ് ഓഫ് നൗ the trusteeship council lost its relevance when Palau, the last remaining trust territory, attained independence in 1994. അപ്പൊ അതിനുശേഷം പലാവോ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം വരുന്ന അവസാനത്തെ ട്രസ്റ്റ് ടെറിട്ടറി, അതിന് 1994 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇപ്പൊ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന് കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇപ്പൊ അത് സസ്പെൻഡഡ് ഓപ്പറേഷൻ ആണ്. ഇനി ലാസ്റ്റ് ഓർഗൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇതിന്റെ ബേസിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോസിബിലിറ്റി ഉണ്ട് എക്സാമിന്. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര കോടതി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഓർഗനാണ് യുഎൻഒന്റെ. സോ ഇതിന് ഈ ഒരു കോടതി നിലവിൽ വന്നത് ഒരു കൺവെൻഷൻ പ്രകാരമാണ്. സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയിൽ കൂടെയാണ് ഇത് നിലവിൽ വന്നത്. അത് UN ചാർട്ടറിന്റെ ഭാഗമാണ്. സോ ഇത് മറക്കരുത്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹാസ് 15 ജഡ്ജസ്.
15 ജഡ്ജസ് ആണുള്ളത്. അവരെ elected for a period of 9 years. ഇവരുടെ ടേം 9 years ആണ് ആൻഡ് ക്യാൻ ബി റീഅപ്പോയിന്റഡ്. 9 yearsന് ശേഷം അവരെ എക്സ്പയറി ഓഫ് ടേമിന് ശേഷം അവരെ റീഅപ്പോയിന്റും ചെയ്യാം. അപ്പൊ ഡെസിഷൻസ് ഓൺ ബേസിസ് ഓഫ് മെജോറിറ്റി ആണ്. ഇപ്പോൾ എന്തെങ്കിലും ടൈ വന്നാൽ, മെജോറിറ്റി ഉണ്ടാവാൻ പറ്റാതെ ടൈ വന്നാൽ ആ കോർട്ടിന്റെ പ്രസിഡന്റിന് കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. പിന്നെ ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് നെതർലാൻഡ്സിലെ ഹേഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഏത് നാഷണാലിറ്റിന്നും സെലക്ട് ചെയ്യും ജഡ്ജസിനെ, ഡീപ് നോളജ് ഓഫ് ഇന്റർനാഷണൽ ലോ ഉള്ള. പിന്നെ ആ ജഡ്ജസ് അവര് തമ്മിൽ അവരുടെ പ്രസിഡന്റ് ഓഫ് ദി കോർട്ടിനെ എലക്ട് ചെയ്യും. സോ ജഡ്ജസ് ക്യാൻ ബി ഡിസ്മിസ്ഡ് ഓൺലി ഇഫ് ദേ ഫെയിൽ ടു ഫുൾഫിൽ റിക്വയർഡ് കണ്ടീഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. പിന്നെ അവർക്ക് നയതന്ത്ര പ്രതിരോധമുണ്ട്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. പിന്നെ ഇവരെ കോറം എന്ന് പറയുന്നത് 15 ജഡ്ജസ് ആണ് ഒരു കേസ് കേൾക്കാനുള്ള കോറം. അപ്പൊ മീറ്റിംഗ് കൂടാൻ കോറം വേണമെന്ന് പറയുന്ന പോലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഒരു മീറ്റിംഗ് കൂടാനുള്ള കോറം, ഹിയറിംഗ് കൂടാനുള്ള കോറം മിനിമം 9 പേര് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവര് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജസിന് അവരുടെ ടേമിന്റെ ഇടയിൽ നാഷണൽ പൊളിറ്റിക്കൽ ഓർ പ്രൊഫഷണൽ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ അധികാരമില്ല. ഇനി ഇതിന്റെ അധികാര പരിധി നോക്കാം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ദി വേൾഡ് ഇൻക്ലൂഡിംഗ് ദ നോൺ മെമ്പർ സ്റ്റേറ്റ്സ്. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രശ്നങ്ങളും ഇവിടെ കൊണ്ടുവരാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുവരാം. പിന്നെ സ്റ്റേറ്റ്സ് മസ്റ്റ് ആക്സെപ്റ്റ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട് ഏതർ ഇൻ എ പെർട്ടിക്കുലർ ഡിസ്പ്യൂട്ട് ഓർ ഓൺ ഓൾ ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഒരു രാജ്യം കൊണ്ടുവന്ന മറ്റൊരു രാജ്യത്തിന് അഗെയിൻസ്റ്റ് മറ്റേ രാജ്യം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ജൂറിസ്ഡിക്ഷൻ ആക്സെപ്റ്റ് ചെയ്യണം. ഈ കേസ് കേൾക്കാനുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ആക്സെപ്റ്റ് ചെയ്യണം ആ മൊത്തം ഡിസ്പ്യൂട്ടിൽ, ഡിസ്പ്യൂട്ടിന്റെ ചില ഭാഗങ്ങളിലോ. പിന്നെ രാജ്യങ്ങൾക്ക് മാത്രമല്ല അന്താരാഷ്ട്ര ഏജൻസീസിനും വേണമെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് ഒപ്പീനിയന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാം ഇഫ് പെർമിറ്റഡ് ബൈ ദ ജനറൽ അസംബ്ലി. ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് പോലും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ അപ്രോച്ച് ചെയ്യാം അവരുടെ എന്തെങ്കിലും ക്ലെയിംസിന് വേണ്ടിയിട്ട്. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് 3 ടൈപ്പ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. വോളണ്ടറി advisory jurisdiction, voluntary jurisdiction, obligatory jurisdiction and advisory jurisdiction. So advisory jurisdiction ഉണ്ട്, voluntary jurisdiction, obligatory jurisdiction ഉണ്ട്. അപ്പൊ ഇത് 1 by 1 ആയിട്ട് നോക്കാം. So according to the terms of the charter, General Assembly, Security Council or any organ of the UNO may refer any matter in dispute or doubt to the International Court for its advisory opinion. അപ്പൊ advisory jurisdiction എന്ന് പറഞ്ഞാൽ ഈ യുഎന്നിലെ ഏതെങ്കിലും ഓർഗനോ എന്തെങ്കിലും ഒരു മാറ്ററിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഉപദേശത്തിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിനും റെഫർ ചെയ്യാം, ഉപദേശത്തിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യാം. പിന്നെ വോളണ്ടറി ജൂറിസ്ഡിക്ഷൻ. വോളണ്ടറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം when in cases where the state parties refer the dispute to the court by special or ad hoc agreement. അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ സ്പെഷ്യൽ എഗ്രിമെന്റ് വഴിയോ താൽക്കാലികമായ എഗ്രിമെന്റ് വഴിയോ അവരുടെ പ്രശ്നം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് മുന്നിൽ സമർപ്പിച്ചാൽ ദ കോർട്ട് ഗെറ്റ്സ് വോളണ്ടറി ജൂറിസ്ഡിക്ഷൻ. പിന്നെ ഓബ്ലിഗേറ്ററി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അധികാരമുണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്. അതായത് ചില ട്രീറ്റീസ് പ്രകാരം, രാജ്യങ്ങൾ തമ്മിലുള്ള ചില ഉടമ്പടികൾ പ്രകാരം, കരാറുകൾ പ്രകാരം എന്താണ് അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുവരാം എന്ന ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓബ്ലിഗേറ്ററി ജൂറിസ്ഡിക്ഷൻ വരും. അതിനാണ് ഓബ്ലിഗേറ്ററി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാം.
പിന്നെ ഈ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഒരു ഓപ്ഷണൽ ക്ലോസ് ഉണ്ട്. ആർട്ടിക്കിൾ 36 ഓഫ് ദി ഓപ്ഷണൽ ക്ലോസ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദി കോർട്ട് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഓപ്ഷണൽ ക്ലോസ് വഴി മെമ്പേഴ്സ് ഓഫ് UNOന് ഡിക്ലെയർ ചെയ്യാം അവരെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ കമ്പൽസറി ആൻഡ് ഓബ്ലിഗേറ്ററി ജൂറിസ്ഡിക്ഷന്റെ കീഴിൽ വരുമെന്ന് അവർക്ക് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം. പല വിഷയങ്ങളും ഡിസ്പ്യൂട്ട്സ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ലോന്റെ മുന്നിൽ വരും. ഇപ്പൊ ഒരു ട്രീറ്റി, ഒരു ഉടമ്പടിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ വ്യാഖ്യാനം, ഡിസ്പ്യൂട്ട്സ് കൺസേണിംഗ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ട്രീറ്റി, ക്വസ്റ്റ്യൻസ് ഓഫ് ഇന്റർനാഷണൽ ലോ, എക്സിസ്റ്റൻസ് ഓഫ് എനി ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ബ്രീച്ച് ഓഫ് ഇന്റർനാഷണൽ ഓബ്ലിഗേഷൻ, പിന്നെ നേച്ചർ ആൻഡ് റെപ്പറേഷൻ ടു ബി മെയ്ഡ്, അതായത് എന്ത് പരിഹാരമാണ് ഈ പ്രശ്നത്തിന്, നഷ്ടപരിഹാരമാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഇവർക്ക് തീരുമാനിക്കാൻ, കോർട്ടിന് തീരുമാനിക്കാൻ പറ്റും. USA, UK, ഫ്രാൻസ്, പാകിസ്ഥാൻ ഒക്കെ ഈ ഓപ്ഷണൽ ക്ലോസ് ഓഫ് ദി ചാർട്ടർ ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഉപയോഗം, ഈ ക്ലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പല പ്രശ്നങ്ങളും അവര് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മുൻപാകെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ തീരുമാനങ്ങള് അത് മെമ്പേഴ്സിന്റെ മേലെ ബൈൻഡിങ് ആണോ, അവര് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ എന്നാണ് ചോദ്യം. സോ members of UNO have undertaken to comply with the decisions of ICJ, International Court of Justice, in any case in which they are parties. അപ്പോൾ ഏത് പാർട്ടീസ് ആണ് ഈ കേസ് കൊണ്ടുവന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ, അവർക്ക് ആ കോടതിന്റെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആ കേസിലെ ഡെസിഷൻ അവർക്ക് അത് ബൈൻഡിങ് ആണ്. അവരത് തീർച്ചയായിട്ടും അത് അനുസരിച്ചിരിക്കണം. ഇനി സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഓഫ് UNO. അപ്പൊ നമ്മള് UNOയിലുള്ള 6 ഓർഗൻസിനെ നമ്മൾ ഓവറോൾ ആയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞു. ജനറൽ അസംബ്ലി, സെക്രട്ടേറിയറ്റ്, പിന്നെ സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആൻഡ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. പിന്നെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ഏതൊക്കെയാന്ന് നോക്കാം. അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഈ 6 പ്രധാനപ്പെട്ട ഓർഗൻസിന് പുറമെ അഡീഷണൽ ആയിട്ട് ചില ഓർഗൻസ് ഉണ്ട്, അതിന്റെ ഫങ്ഷൻസ് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ. അപ്പൊ അഡീഷണൽ ഓർഗനൈസേഷൻസ്, കമ്മിറ്റി, സബ് കമ്മിറ്റി, കമ്മീഷൻസ്, സ്പെഷ്യൽ റാപ്പോർച്ചേഴ്സ്. അപ്പോൾ ഇതിലുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസിൽ ലീഡിംഗ് ആയിട്ടുള്ളതാണ് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുനെസ്കോ, പിന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, പിന്നെ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് WWF. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ. ഇത് ഓരോന്നിലും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. For example, UNESCO, United Nations Educational, Scientific and Cultural Organization. അതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഏജൻസിയാണ്, സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ. സോ അതിന്റെ ഉദ്ദേശം പ്രൊമോട്ട് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ, ഡെവലപ്പ് യൂണിവേഴ്സൽ റെസ്പെക്ട് ഫോർ ജസ്റ്റിസ്, റൂൾ ഓഫ് ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഫ്രീഡംസ്. സോ കൊളാബറേഷൻ ഇൻ വർക്ക് ഫോർ അഡ്വാൻസിങ് മ്യൂച്വൽ നോളജ്, രാജ്യങ്ങൾക്ക് പരസ്പരമുള്ള നോളജ് ഷെയർ ചെയ്യാനും, പിന്നെ എഡ്യൂക്കേഷനും പിന്നെ കൾച്ചറൊക്കെ സ്പ്രെഡ് ചെയ്യാനും, നോളജ് ഷെയർ ചെയ്യാം. പിന്നെ മെമ്പർഷിപ്പ്, ഓൾ മെമ്പേഴ്സ് ഓഫ് UNO, ഇത് ശ്രദ്ധിക്കണം, ഓൾ മെമ്പേഴ്സ് ഓഫ് UNO ഓട്ടോമാറ്റിക്കലി ബിക്കം മെമ്പർ ഓഫ് യുനെസ്കോ. അപ്പോൾ UN അംഗരാജ്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി യുനെസ്കോയിലും മെമ്പർഷിപ്പ് കിട്ടും. അപ്പോൾ നോൺ മെമ്പേഴ്സിന് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ 2/3 മെജോറിറ്റിയോട് കൂടിയിട്ടുള്ള സപ്പോർട്ട് വേണം. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്.
ഒബ്ജക്റ്റ് ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത് ഫോർ ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡ്. അപ്പോൾ പല ഈ എന്താണ് എപ്പിഡമിക്സ് ഒക്കെ ഇല്ലേ, പകർച്ചവ്യാധികൾ, മലേറിയ, TB, ഇപ്പം അടുത്ത ലേറ്റസ്റ്റ് കോവിഡ്, പിന്നെ മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതൊക്കെ ഉന്മൂലനം ചെയ്യാനും പിന്നെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഓക്യുപ്പേഷണൽ ഹെൽത്ത്, ന്യൂട്രീഷൻ, നഴ്സിംഗ്, സാനിറ്റേഷൻ, എൻവയോൺമെന്റൽ സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ്, ഇതൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ഡെവലപ്മെന്റ് കൊണ്ടുവരാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഒബ്ജക്റ്റ്. അപ്പൊ ഇതില് ഓൾ സ്റ്റേറ്റ്സിന് ഇതിന്റെ മെമ്പേഴ്സ്, ഇറ്റ് പെർമിറ്റ്സ് ഓൾ സ്റ്റേറ്റ്സ് ടു ബിക്കം മെമ്പേഴ്സ്. പക്ഷെ ഇതിൽ മെമ്പേഴ്സ് ആവണമെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ചില ടെക്നിക്കലായ ക്വാളിഫിക്കേഷൻസ് കൂടി വേണം. പിന്നെ ഇത് റിസർച്ച്, ഒരുപാട് റിസർച്ച് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഏരിയയില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇനി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്, ICC എന്ന് പറയും. ഇത് 2002 ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അത് വേറെ, അത് UNOന്റെ ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ്. ICC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 2002 റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം എന്താണ് മനുഷ്യത്വത്തിന് അഗെയിൻസ്റ്റ് ഉള്ള ക്രൈംസ്, വാർ ക്രൈംസ്, വംശഹത്യ, ഇതിന് ഇത്തരം ക്രൈംസിന് അഗെയിൻസ്റ്റ് അത് വിചാരണ ചെയ്യാനുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കോടതിയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ക്രൈംസ് ഓഫ് അഗ്രഷൻ, വാർ ക്രൈംസ്, ഇതൊക്കെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് 122 രാജ്യങ്ങൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇത് ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ടിന്റെ അധികാര പരിധിക്ക് കീഴിൽ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, USA, India, China and Sudan have not submitted to the jurisdiction of ICC. ഇന്ത്യ അടക്കം ചില രാജ്യങ്ങൾ ICC-ന്റെ അധികാരത്തിന്റെ കീഴിൽ വരാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അത് ഒപ്പിട്ടിട്ടില്ല, റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പിട്ടിട്ടില്ല. But ICC can exercise jurisdiction only if the domestic court do not take up the case. So ഈ ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി നടക്കുന്ന രാജ്യങ്ങൾ, അവിടുത്തെ കോടതികൾ ആ കേസ് എടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ ICCക്ക്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് ആ കേസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് can exercise jurisdiction only in 3 situations. 3 സിറ്റുവേഷനിലാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് ആ കേസ് വിചാരണ ചെയ്യാൻ പവർ കിട്ടുക. ഒന്ന്, അക്യൂസ്ഡ് ഈസ് എ സിറ്റിസൺ ഓഫ് ദി സ്റ്റേറ്റ് പാർട്ടി. പ്രതി ആ സ്റ്റേറ്റ് പാർട്ടിന്റെ, ഇതിൽ ഒപ്പിട്ട രാജ്യത്തിലെ ഒരു സിറ്റിസൺ ആണ്. ക്രൈം നടന്നത് ആ സ്റ്റേറ്റ് പാർട്ടിന്റെ ടെറിട്ടറിയിലാണ്. ഈ ക്രൈം UN സെക്യൂരിറ്റി കൗൺസിൽ റെഫർ ചെയ്തതാണ്. ഇനി ഇത്രയാണ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത്, what are the specific areas of contributions by the United Nations organizations? UNO ഏതെല്ലാം ഏരിയസിലാണ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ലോകത്തിന് നൽകിയിട്ടുള്ളത്? അപ്പൊ എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ നോക്കാം. പരിസ്ഥിതിന്റെ കാര്യത്തിൽ UNO ഏതൊക്കെ ഏരിയാസിലാണ് കോൺട്രിബ്യൂഷൻ നൽകിയത്? അപ്പൊ ഞാൻ ഓടിച്ചു പോകുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ എൻവയോൺമെന്റിന്റെ കാര്യത്തിൽ UNOന്റെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് സ്റ്റോക്ക്ഹോം ഡിക്ലറേഷൻ ഫോർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ 1972, റിയോ സമ്മിറ്റ്, കോപ്പൻഹേഗൻ സമ്മിറ്റ്, അന്റാർട്ടിക്ക പ്രൊട്ടക്ഷൻ ട്രീറ്റി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് UNOന്റെ എൻവയോൺമെന്റൽ ആസ്പെക്ട്സിൽ. പിന്നെ റിയോ സമ്മിറ്റിലാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നെ UNEP പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. പിന്നെ UNDRO, യുണൈറ്റഡ് നേഷൻ ഡിസാസ്റ്റർ റിലീഫ് ഓഫീസ്. ഇതൊക്കെയാണ് പരിസ്ഥിതിന്റെ കാര്യത്തിൽ UNOന്റെ കോൺട്രിബ്യൂഷൻസ്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റിൽ യുണൈറ്റഡ് നേഷൻസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഫ്രീ ട്രേഡ് ഒക്കെ നടപ്പിലാക്കി, GATT, WTO അഗ്രിമെന്റ്സ്, വേൾഡ് ബാങ്ക്, IMF ഒക്കെ വഴി. പിന്നെ ഒരു ചാർട്ടർ ഓഫ് എക്കണോമിക് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്. 1974 UN ജനറൽ അസംബ്ലി
അഡോപ്റ്റ് ചെയ്തത്. അതും വലിയൊരു കോൺട്രിബ്യൂഷനാണ് UNOന്റെ. പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കേസ് ഫീൽഡിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ് തുടങ്ങിയ റൈറ്റ്സ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പൊ അതിൽ ട്രിപ്സ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രിപ്സ് എഗ്രിമെന്റ്, വിപ്പോ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, ഇതൊക്കെ UNOന്റെ വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ഫീൽഡിൽ. ഇനി മനുഷ്യാവകാശത്തിന്റെ ഫീൽഡിൽ, ഹ്യൂമൻ റൈറ്റ്സിന്റെ ഫീൽഡിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ആണ്, പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് UNO ചെയ്തിട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഹ്യൂമൻ റൈറ്റ്സിൽ അഡോപ്ഷൻ ഓഫ് UDHR ആണ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അത് ഞാൻ നാളെ കൺവെൻഷൻസ് എടുക്കുമ്പോൾ അത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. 1948 അഡോപ്റ്റ് ചെയ്ത ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ആണ്. ഒരുപാട് രാജ്യങ്ങൾ, അത് ലാൻഡ്മാർക്കാണ്, മനുഷ്യാവകാശത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഡോക്യുമെന്റ് ആണ്. അതിൽ 30 ആർട്ടിക്കിൾ ഉണ്ട്. ഓരോ രാജ്യവും അവരെ പൗരന്മാർക്കും അവരെ ടെറിട്ടറിയിൽ വരുന്ന മനുഷ്യർക്കും കൊടുക്കേണ്ട മിനിമം ബേസിക് റൈറ്റ്സ് എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് 1966 ICCPR-ഉം ICSR-ഉം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഡോപ്റ്റ് ചെയ്തു. ICCPR എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ICSCR എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോവനന്റ് ഓൺ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. UDHR-ന്റെ അലൈഡ് ആയിട്ടുള്ള 2 അഡീഷണൽ ഡോക്യുമെന്റ്സ് ആണ്. അതിൽ പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് അതിൽ പറയുന്നുണ്ട്. അതായത് ICCPR-ൽ പറയുന്നുണ്ട്, അതായത് അടിയന്തര കാലഘട്ടത്തിൽ പോലും, അടിയന്തരാവസ്ഥയിൽ പോലും ചില റൈറ്റ്സ് ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. മനുഷ്യാവകാശങ്ങൾ, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് അഗെയിൻസ്റ്റ് ടോർച്ചർ, റൈറ്റ് അഗെയിൻസ്റ്റ് സ്ലേവറി, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എമർജൻസി പീരീഡിൽ പോലും അത് സസ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന്. പിന്നെ അക്യൂസ്ഡ് പേഴ്സൺസിനെയും കുട്ടി കുറ്റവാളികളെയും ജുവനൈൽ ഒഫൻഡേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് വിചാരണ ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് കാര്യം. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലുള്ള നിയമങ്ങളിലും ഒരുപാട്, നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇന്റർനാഷണൽ കോവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, അതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്സ് വിച്ച് ആർ പാർട്ടീസ് ഷാൽ നോട്ട് ഇമ്പോസ് unlawful, unreasonable and unreasonable restrictions and limitations on the economic, social and പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് ഇറ്റ് സബ്ജക്ട്സ്. ഇപ്പോൾ ഒരു രാജ്യവും അതിന്റെ പ്രജകളുടെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് സാംസ്കാരിക റൈറ്റ്സിന്റെ മേലെ അൺലോഫുൾ ആയിട്ടുള്ള, അൺറീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. ഇനി കോൺട്രിബ്യൂഷൻ ഓഫ് UNO in the area of law of sea and law of air. law of sea, law of air ഒക്കെ UNOന്റെ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് യൂസ് ഓഫ് ഫോഴ്സ്, UN ചാർട്ടറിൽ പ്രത്യേകം പറയുന്നുണ്ട്. Article 2, paragraph 1, state shall not in their international relation use or threaten to use force against each other's territorial sovereignty or political independence in any manner inconsistent with the UN. UN ചാർട്ടറിൽ പറയുന്നതിന് വിപരീതമായിട്ട്, അതിന് വിരുദ്ധമായിട്ട് ഒരു രാജ്യവും അംഗരാജ്യവും മറ്റു രാജ്യങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഫോഴ്സും ഉൾപ്പെടും, എക്കണോമിക് ഫോഴ്സും ഉൾപ്പെടും. പിന്നെ UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് ഉണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം നിലനിർത്താനും UN-ന് മിലിറ്ററി, പാരാമിലിറ്ററി, നോൺ മിലിറ്ററി ക്യാരക്ടറുള്ള പീസ് ഓപ്പറേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ഉണ്ട് UN-ന്, സ്റ്റേറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റമും ഉണ്ട്.
അതായത് ഇതിൽ ഒപ്പിട്ട രാജ്യങ്ങളൊക്കെ ICCPR എന്ന കോവനന്റിൽ, ഇന്റർനാഷണൽ കോവനന്റ് ഫോർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ ഒപ്പിട്ട രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിലുള്ള മനുഷ്യാവകാശങ്ങളുടെ സിറ്റുവേഷനും ഇംപ്ലിമെന്റേഷനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ഓഫ് ദ UNOന് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഒരു ഫസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒരു ഡെസിഷൻ ഉണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ. പിന്നെ ഫസ്റ്റ് ഓപ്ഷണൽ പ്രോട്ടോകോൾ, ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്, ഇത് വേണമെങ്കിൽ സൈൻ ചെയ്താൽ മതി. സോ ഈ ഫസ്റ്റ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ഒപ്പിട്ട രാജ്യങ്ങള് UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിന്റെ അധികാര പരിധി ആക്സെപ്റ്റ് ചെയ്തവർ. അതായത് ഈ രാജ്യങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ അവിടുത്തെ ആ സിറ്റിസണിന്, അവിടുത്തെ ആ മനുഷ്യാവകാശത്തിന് ലംഘനത്തിനിരയായ വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റീനെ അപ്രോച്ച് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ഉണ്ട് ICCPR 1991 അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാൻ ഇടയുണ്ട്. സെക്കൻഡ് ഓപ്ഷണൽ പ്രോട്ടോകോള് ഇതും ഒരു അന്താരാഷ്ട്ര കരാറാണ്, പക്ഷെ അത് ഓപ്ഷണൽ ആണ്. ഇത് ഒപ്പിട്ട രാജ്യങ്ങളൊക്കെ അഗ്രി ടു അബോളിഷ് ഡെത്ത് പെനൽറ്റി ഇൻ ദയർ ജൂറിസ്ഡിക്ഷൻ. ഈ സെക്കൻഡ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ഒപ്പിട്ട രാജ്യങ്ങൾ അവരവരെ രാജ്യങ്ങളിൽ വധശിക്ഷ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിർത്തലാക്കാൻ അഗ്രി ചെയ്തു. 75 രാജ്യങ്ങൾ ഇത് ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യയും USA ഒന്നും ഒപ്പിട്ടിട്ടില്ല. പിന്നെ UNOന്റെ ഒരു പിൻഗാമിയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്ന അന്താരാഷ്ട്ര സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. അത് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് ഡിസോൾവ് ചെയ്ത് അതിന് പകരം വന്നതാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി കംപ്ലീറ്റഡ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്. സോ നെക്സ്റ്റ് നാളത്തെ ക്ലാസ്സിൽ ഇന്റർനാഷണൽ കൺവെൻഷൻസ്, ഇന്റർനാഷണൽ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കരാറുകളോ ഉടമ്പടികളോ എന്താണെന്ന് ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. പിന്നെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് NDPS ആക്ടും കൂടെ നോക്കാം, നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് കൂടെ നോക്കാം. ഓക്കെ, താങ്ക് യു.